നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇന്ന് മുത്തുകാരൻ്റെ ആടെയാണ് നമ്മളെ താമസമൊക്കെ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം ലോഡും കൊണ്ട് വന്ന ലോഡാക്കി വന്ന വണ്ടി നമ്മളിവിടെ ബൈപ്പാസിലാണ് വെച്ച് അവിടെ പോയിട്ട് ആ വണ്ടി എടുത്ത് തിരിച്ച് കണ്ണൂരേക്ക് പോകണം. ഇപ്പോൾ എൻ്റെ കൂടെ അരുണാടൻ വീട്ടിലുള്ളത്. ഞാൻ അങ്ങോട്ട് പോകണം ഇനി. അരുണാടൻ കൊയിലാണ്ടിയിൽ നിന്ന് കീരിയ ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ഇനി മുത്താടൻ വന്നിട്ട് വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് കാണിച്ചു തരാം. മുത്താടൻ എന്ന് പറയുന്നത് നമ്മളെ മുതലാളി കേട്ടോ. മുപ്പര് രാവിലെ തന്നെ അമ്മേനെ ഒന്ന് കടയിൽ കൊണ്ടുവിടാൻ പോയതാണ്. ഇപ്പം നമ്മളെ മുതലാളി രാജകീയമായിട്ട് വന്നിട്ട് ഇങ്ങനെ യൂട്യൂബിലെത്തുന്നു. അതൊന്നും സാരില്ല. അതാ വീഡിയോ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തേ. നിങ്ങൾ വിടില്ലേ? അപ്പോൾ പറഞ്ഞില്ല, നമ്മൾ അവിടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാട്ടോ. അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു വലിക്കുറവ് ഇതൊക്കെ ഉണ്ടായിട്ട് ഞാളിപ്പം പറഞ്ഞല്ലോ, ഇവിടുന്ന് എന്താ പറയുക, മുത്തോട്ടം ഒന്ന് എടുത്തോട്ടെ നാറിനക്ക് വണ്ടി. ഇന്നോട് ഞാൻ ഒരു വെങ്ങളം വരെ ഞാൻ ഇതാ കാറുമായിട്ട് വഴിയിൽ പോവും. അതുവരെ മുത്തോട്ടെ. അപ്പോൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ കാറിൽ കയറി ആദ്യം ചെയ്യേണ്ട എന്താ, സീറ്റ് ബെൽറ്റ് മുഖ്യ എന്തായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടോണ്ട് മുതലാളി. അപ്പോൾ മുതലാളി വണ്ടിയുടെ അകത്ത് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ബൈപ്പാസിലെത്തിയിരിക്കുന്നു. ബൈപ്പാസ് കയറി നമ്മളെ വണ്ടി അത് മുന്നേ പോകുന്നുണ്ട്. കണ്ണാടിയിൽ നോക്കുക, വേറെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ നോക്കുക, എന്നിട്ട് കയറി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ പിന്നെ നമ്മളെ വണ്ടീൻ്റെ അകത്ത് കയറി. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഡ്രൈവർ സീറ്റിൽ. അരുണേട്ടൻ കൊയിലാണ്ടിയിൽ നിന്ന് കീഴേ ഉള്ളൂ. അപ്പം നമുക്ക് മെല്ലെ വണ്ടി എടുത്ത് മെല്ലെ നീങ്ങാൻ തുടങ്ങാം. നമ്മളെ വണ്ടീൻ്റെ കണ്ണാടിയിൽ വേഗമാണിത്. നമ്മൾ മെല്ലെ നമുക്ക് അപ്പോൾ ബാക്കി നമുക്ക് ആടെ എത്തിയിട്ട് കാണാം. ബാക്കി നമുക്ക് അരുണാറിൻ്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ. അപ്പോൾ നോക്കിയാൽ തിരുവങ്ങൂർ കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. പറ്റ അബദ്ധ റോഡാണ്. ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. തിരുവങ്ങൂർ കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ റോഡ്. കണ്ണൂർ റോഡ് ബൈപ്പാസ്, പുതിയ ബൈപ്പാസാണിത്. പുതിയ ബൈപ്പാസിൻ്റെ ടാറിങ് കഴിഞ്ഞ് പുതിയ ബൈപ്പാസ് മഴ പെയ്യുമ്പോഴത്തേ ഇക്കോലത്തിലായി. എന്താല്ലേ ചെയ്യാ. അപ്പോൾ നമ്മളങ്ങനെ വന്നിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. നമ്മൾ അരുണാറിനെ കയറി. പിന്നെ നമ്മൾ അരുണാറിന് പോകുന്നത് തലശ്ശേരി. അപ്പോൾ തലശ്ശേരിക്കാണ് കണ്ണൂരേക്ക് വരുന്നുണ്ട്. കണ്ണൂർ ഒരുപാട് വണ്ടി വന്നാൽ നമ്മളപ്പോൾ സൈഡിൽ ഒരു കുറേ മരണക്കളി കളിച്ച് നടക്കണം. ഇനി മറ്റാരെത്തിരി കാണാം. അങ്ങനെ നമ്മൾ അവസാനം കണ്ണൂർ ഇതാ കണ്ണൂർ പറയട്ടെ, തലശ്ശേരി ഈ പ്ലാന്റിലെത്തി. ഈ പ്ലാന്റിലെത്തിയപ്പോൾ ഇവിടെ എന്താ പറയുക, ഗോഡൗണോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ ഇറക്കേണ്ടതെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇതിലെ ഇങ്ങോട്ട് ബാക്ക് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം പറഞ്ഞതിലോട്ട് ഇവിടെ എന്താ പറയുക, യൂണിയൻ തൊഴിലാളികൾ ഇതുവരെ വന്നില്ല. യൂണിയൻ്റെ ആൾക്കാർ ഓല് വന്നാലാണ് ലോഡ് ഇറക്കാനാണ്. എന്താ പറയുക, നമ്മൾ കയറൊക്കെ കെട്ടൊക്കെ ലൂസാക്കി സെറ്റാക്കി വെച്ച്. ഇനിയിപ്പോൾ ഓല് വന്നാലാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇറക്കുള്ളൂ. ഓല് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞാളിനി എന്താ ചെയ്യാല്ലേ. നമ്മൾ പിന്നെ കുറച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇതെന്നാ ഡൗൺ എന്തോ ഒരു മാള്. ഇപ്പം ഇവിടെ തലശ്ശേരിയുള്ള ഒരു മാളാണ്.
ഞാനിപ്പം പറഞ്ഞവരോട് ഞങ്ങളിപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ എന്തെങ്കിലും ഒന്ന് പള്ളേൻ്റെ അകത്തേക്ക് ആക്കാൻ വിശന്നിട്ട് രക്ഷയില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടവിടെ ഇങ്ങനെ നടന്ന് പോവാന്ന്. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ഉള്ളത് ഇത് ക്ലോസ് ആണ്, ഇതും ക്ലോസ് ആണ്, ഇപ്പം തുറന്നിട്ടില്ലല്ലോ. അപ്പുറത്തുണ്ടാവാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മളിപ്പോൾ കഴിക്കാൻ പറ്റിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ബാക്കി വീഡിയോ കാണാം. സോഡ ഫ്രൂട്ട് എന്താ ബീഫുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളങ്ങനെ ഇപ്പം പറഞ്ഞാലോ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക ലോഡൊക്കെ ഇറക്കി യൂണിയൻകാരൊക്കെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് യൂണിയൻകാരൊക്കെ എത്തിക്കുന്ന പോലെ ഫുഡ് ലോഡൊക്കെ ഇറക്കി. ആ 2 ആള് പിന്നെ അരുണാടനും പിന്നെ ഞാനിതിൻ്റെ മേലേക്ക് പായൊക്കെ റെഡി ആക്കി കൊടുക്കുന്നതിൻ്റെ തിരക്കിലും അരുണാടെ സാധനം ഇതിനകത്ത് എടുത്ത് പുറമേക്ക് വെച്ച് കൊടുക്കുന്ന തിരക്കിലും ഓല അത് എടുത്തുകൊണ്ട് പോയി വേറെ എടുത്തേൽ വെക്കുന്ന തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് ആർക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം പറഞ്ഞിട്ട് നമ്മൾ എന്തെടുത്തി അമ്മച്ചി ഗ്രാൻഡ് താജ്, പിന്നെ നമ്മൾ ഇനിയിപ്പം നമുക്ക് പറഞ്ഞാലേ കണ്ണൂർ മൈജി ഫ്യൂച്ചറിലേക്കല്ലേ പോണ്ടേ. ഇനി മൈജി ഫ്യൂച്ചറിലേക്ക് കേട്ടോ, മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണിലേക്കാണ് ഇനി അടുത്ത നമ്മൾ പോകുന്നത്. അടുത്ത കുറച്ച് നമുക്ക് മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണിലാണ് ഇറക്കാനുള്ളത്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ, അതാ നമ്മളെ തീവണ്ടി പോകുന്നത്. തീവണ്ടി ഇല്ല കേട്ടോ, അതിൻ്റേതായ ബ്ലോക്കാണ്. നമ്മക്ക് പോകേണ്ട ഇങ്ങോട്ടാണ് ഗൈസ്, അത് നമ്മക്ക് അറിയാം. അല്ല ഞാനൊരു പ്രാവശ്യം ഞാൻ ഇതിന് മുന്നേ മീൻവണ്ടിയിലൊക്കെ പോയിക്കാനും അന്നേരം ഇതിലാന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ഗൈസ് ഇതാ പിന്നെ അതാ അവിടെ കുണ്ടും കുഴി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇടുങ്ങിയ റോഡിൻ്റെ അകത്തൂടെ നമ്മൾ പോകുന്നത്. നമ്മളെ റെയിൽവേ ആയിട്ട് എന്തായാലും പറയാം, തലശ്ശേരി റെയിൽവേ ആയിട്ട് നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കറങ്ങി പോകുന്നതാണ് അടുത്ത ഹമ്പ് വന്നിട്ട്. അതെ തന്നെ ചെയ്താർപള്ളി അതെ ഇതാ അവിടെ ബോർഡിൻ്റെ മേലെ ചെയ്താർപള്ളി. ഓക്കെ നമ്മളങ്ങനെ ആക്കത്തിൽ കുണ്ടും കുഴിയൊക്കെ മെല്ലെ ചാടിച്ച് പോവാണ്. എന്താ ഇവിടെ ഒരു കോഴിമുട്ടേൻ്റെ ഫാക്ടറി ഇതാ അവിടെ കാണാം. ഫാക്ടറി ആണെന്ന് എന്താ ഗോഡൗൺ അങ്ങനെയാണ്. കോഴിമുട്ട കയറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ അലമ്പും ഉണ്ടാക്കാണ്ട് നമ്മളിങ്ങനെ മെല്ലെ മുന്നോട്ട് പോവാണ്. പിന്നെ വേറെന്താ ബൈ. അപ്പോൾ ഗൈസ് പ്രോപ്പർ സീതാർപള്ളി ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത്. ഇപ്പം പ്രോപ്പർ സീതാർപള്ളി പറഞ്ഞാൽ ഇതാണ് സീതാർപള്ളി. നമ്മൾ അതിലെങ്ങനെ രണ്ടാമത് തിരിച്ച് മാഹി സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ലോഡ് മാഹി സൈഡിലാണ് ഇതിൻ്റെ ഗോഡൗണ്. അപ്പോൾ ഗൈസ് ഇവിടെ വീഡിയോ ഓടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിതാ മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണിലെത്തി. ഇത് ഞാൻ കട്ട് ചെയ്യണോ കട്ട് ചെയ്യണ്ടേ? അപ്പം പറഞ്ഞതിനോട് ഇതാ നമ്മൾ മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണിലെത്തി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇതിൻ്റെ ബില്ല് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളോട്ട് കയറി. ബില്ല് മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ഇങ്ങനെതാ. അപ്പോൾ ഗൈസ് അങ്ങനെ ബാക്കോട്ട് വരുമ്പോൾ ഒരു മനോഹരമായ കാഴ്ച. എനിക്ക് അപ്പുറ സൈഡ് ഫുൾ കടലാണ് ഗൈസ്. കടൽ ഉണ്ടാ. അപ്പോൾ അവിടെ ഒരു വണ്ടി ലോഡ് ഇറക്കുന്നുണ്ട്.
അല്ല നമുക്ക് അങ്ങോട്ട് എടുക്കണോ? ഇവിടെ ഒരു വണ്ടി ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇറക്കി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇറക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഞാളിതാ അപ്പോൾ ഈ മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണിൽ വന്നതാണ്. ഇതാണ് കേട്ടോ മൈജി ഫ്യൂച്ചറിൻ്റെ ഗോഡൗണ്. ഇപ്പം പറഞ്ഞതിനോട്ട് അവിടെ വന്നപ്പം കണ്ട കാഴ്ച ഒരു കടലിൻ്റെ തീരത്ത് എങ്ങനെ ഒരു മൈജി ഫ്യൂച്ചറിൻ്റെ ഒരു ഗോഡൗണോ. ഇപ്പം പറഞ്ഞ എന്ത് മനോഹരമാണല്ലേ ഇവിടുത്തെ കാഴ്ചകൾ. എന്താ എന്തോരം ബോട്ടാന്ന് നോക്കിയേ. ഒരുപാട് ബോട്ടുകളുണ്ട്. ഇതിലേക്ക് എന്തോരം നല്ല കാഴ്ചകളാണ്. ആർത്തിരമ്പുന്ന കടലും സൈഡിൽ മൈജി ഫ്യൂച്ചറിൻ്റെ ഷോറൂമും അതുകൂടാതെ നമ്മുടെ വണ്ടിയും ഹൈവേ 100. നോക്കിയ കൈസ ഇരുന്നായിരുന്നു ഓലെ സഹായിക്കാമെന്നോ അല്ല അത് ഏർക്ക് വൃത്തിക്ക് എടുത്തേക്കാന്ന്. ഓലെ സഹായിക്കല്ല, അത് എടുത്തേക്കാട്ടോ. അത് കഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി കിട്ടുന്ന പരിപാടിയാണ്. ഓ, നേരത്തെ കണ്ണൂർ മൈജി ഫ്യൂച്ചറിൻ്റെ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? സ്ഥലത്തിൻ്റെ പേര് മറന്നു കേസ്. അടുത്ത് കണ്ണൂരേക്കാണ്. കണ്ണൂരാണ് അടുത്ത ലോഡ് ഇറക്കേണ്ടത്. ഇതിൻ്റെ ബാക്കിയുള്ള സാധനം കണ്ണൂർ ഇറക്കണം. ഓ മൈ ഗോഡ്, യാതൊരു മനസ്സാക്കിയില്ലാത്ത വർത്താനം പറഞ്ഞില്ല. മര്യാദയ്ക്ക് വീഡിയോ എടുക്കുന്നതിനോട് മുകളിൽ കയറി പായി കെട്ടണമെന്ന്. ഞാൻ അപ്പോൾ ഗൈസ് ഇനി ഇവിടുന്ന് എടുക്കുന്നേരം കാണാം കേട്ടോ. ഞാൻ ഒന്ന് മേലെ കയറി പായൊക്കെ കേട്ടെ. ഗൈസ്, നമ്മളങ്ങനെ മൈജി ഫ്യൂച്ചറിൻ്റെ ഷോറൂമിൽ നമ്മളങ്ങനെ മെല്ലെ ഇറങ്ങി. ഇപ്പം എന്താ തലശ്ശേരി ബ്ലോക്കിലാണല്ലോ കേട്ടോ. ഇതാ എറണാകുളമാണ് വണ്ടി ഓടിക്കുന്നത്. മുന്നോട്ടൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം പറഞ്ഞതിൻ്റെ നമ്മളെ മൈജീൻ്റെ ഫ്യൂച്ചർ ഷോറൂമൊക്കെ കഴിഞ്ഞത്. അപ്പം തലശ്ശേരി നമ്മളെ സാറിന ഹോസ്പിറ്റലിൽ ഒക്കെ കഴിഞ്ഞ് പാലമൊക്കെ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരെ പോവാണ്. ഈ റോഡിന് പോയിട്ടില്ല. മറ്റേ അണ്ടല്ലൂർക്കാവ്, നമ്മളെ അണ്ടല്ലൂർക്കാവ്. അപ്പോൾ അത് എന്താ ഭാവിയിൽ വരാൻ നിൽക്കുന്ന ബൈപ്പാസ്. അതിൻ്റെ പാലത്തിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞില്ലല്ലോ. നമ്മളങ്ങനെ പോയതാ. ഇപ്പോൾ അസ്റ്റർ മിംസില്ലേ, മിംസിൻ്റെ അടുത്ത്, മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വേണ്ടല്ലോ എന്തോരം വണ്ടിയല്ലേ മിംസിൻ്റെ സൈഡിൽ ഇങ്ങനെ സൈഡാക്കി വെച്ച് തരണേട്ടാ. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലൊക്കെ, ഈ ഹോസ്പിറ്റലിന് അതിൻ്റേതായ ഒരു പാർക്കിംഗ് ഒക്കെ വെക്കണ്ടേ. ഇതിപ്പം ബൈപ്പാസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ വല്ല ഇട വെക്കുമല്ലോ ഈ ആൾക്കാരൊക്കെ വണ്ടി. ഇതാ വിൻവേതാ, തലശ്ശേരി കോഴിക്കോട് വിൻവേ. എറണാകുളം നന്മപരമായിരിക്കുന്നു. എന്നാ പോവാ. എന്തായിട്ടില്ല നോക്കിയാൽ കഴിച്ച് ലോഡൊക്കെ കയറ്റി 76 പേരാമ്പ്ര അല്ലേ, 77 അല്ലേ പേരാമ്പ്ര, 76 നന്മണ്ട. അതാ ബേബി ഉണ്ട്. ബേബീൻ്റെ മുന്നിൽ ഇതേ തന്നെ അവസ്ഥ.
എന്തോരം കണ്ടെയ്നറോ നോക്കിയേ. കണ്ടെയ്നറോ? അതിങ്ങനെ മണ്ടതരം പറഞ്ഞുകൊടുക്കുമ്പോ അത് നോക്കണ്ട. ശിവനെ എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയ ബൈപ്പാസ്. ഈ ബൈപ്പാസ് ഫുള്ള് ഓപ്പൺ ആയ അടിപൊളിയാവൂലേ. ഫുള്ള് രണ്ട് സൈഡിലും നല്ല മരങ്ങളും കാഴ്ചകളും നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാം. പക്ഷെ നടുവിൽ പൊട്ട വെയിലായി കേട്ടോ, അത് വേറെ കാര്യമോ. അല്ല ഈ ബൈപ്പാസ് ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാലേ നല്ല ഇതിൽ ഫുളൂസ് ആക്കി നല്ല രണ്ട് സൈഡിലും ഇപ്പം പറഞ്ഞ മരങ്ങളും നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു റോഡിനോട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാം. പക്ഷെ എന്താന്ന് എന്തൊക്കെ പറഞ്ഞാൽ നടുവിൽ പൊട്ട വെയിലായിരിക്കുമ്പോൾ ഓടിച്ച് നിർത്തൂടാ. അപ്പൊ ചാല ബൈപ്പാസ് എത്തിയിരിക്കുന്നു ഗൈസ് നമ്മള്. ചാല ബൈപ്പാസ്. നമ്മളിങ്ങനെ ചാല ബൈപ്പാസിൽ അണ്ടർപാസ് പാലത്തിൻ്റെ അടിയിൽ കൂടെ ബസ്സിനെ പാസ് ചെയ്ത് ലോഡ്. നമുക്കിവിടെ ഒരു അഡീഷണൽ സ്വിച്ച് ഉണ്ട് കേട്ടോ, ലോഡും പിന്നെ ലൈറ്റും നമ്പറുണ്ട്. അത് ലോഡിലായി കൊടുത്താൽ ഈ ഡിസ്പ്ലേൻ്റെ അത് ലോഡാവും. പിന്നെ വണ്ടി തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആ ലോഡ് ആക്കി കൊടുത്താൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല, അതേ ഗിയറിൽ തന്നെ കയറി പോയിക്കോളൂ. പിന്നെ ഹെവി ലോഡൊക്കെ നല്ല ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണം. പിന്നെ ലൈറ്റ് ലോഡിലൊക്കെ മാക്സിമം ഈ ഗിയറിൽ കയറി പോകാൻ പറ്റും, പെട്ടെന്ന് വലിമുട്ടിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. JCB ഇനിയിപ്പം പ്രത്യേകതയായിട്ട് എന്തെങ്കിലുമൊക്കെ പക്ഷേ ഒരു നല്ല എന്തെങ്കിലും കാഴ്ചകളോ അല്ലെ നല്ല നല്ല ആംബിയൻസൊക്കെ ഉള്ള സ്ഥലം പിന്നെ ഉണ്ടാകും തരാം. നമ്മളങ്ങനെ കക്കാട് ഇതാ മൈജീൻ്റെ മുന്നിലെത്തിക്കുന്നത്. ഇതാ വണ്ടി ഇതാ അവിടെ സൈഡാക്കി. ഇനി ഇവിടെയാണ് ലോഡ് ഇറക്കണ്ട്, ബേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാ. ഭയങ്കര വ്ളോഗിലാണ് ഗൈസ്. മൈജീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചവിട്ടുന്നു ഗൈസ്. ലിഫ്റ്റ് എന്താ താഴെ വരാത്തത്? 4 അരുണാട്ട മുന്നിൽ നടന്നത് നമ്മളെ മൈജീൻ്റെ വെയർ ഹൗസിലാണെന്നത്. ഏറ്റവും മേലെ 4ാമത്തെ നില. പൈസ നമ്മൾ മെല്ലെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നാം ബാക്കി കാര്യം നമുക്ക് ഇവിടെ എല്ലാം ലോഡ് ഇറക്കുന്നുണ്ട്. കണ്ണൂർ മൈജീൻ്റെ ഒപ്പം പറഞ്ഞാലൊക്കെ കക്കാട് മറ്റേ ഇതിൻ്റെ മൈജീൻ്റെ ഗോഡൗണ് അവിടെയാണ് ഇറക്കുന്നത്. അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോവാണ്. താഴോട്ട് പോകാൻ ലിഫ്റ്റ് വരാൻ കാത്തിക്ക. ഗൈസ് നമ്മൾ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ഗൈസ് ലിഫ്റ്റ്. ഇപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ ഇങ്ങനെ വിട്ടിരിക്കുക. അതിൻ്റെ അവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പം ലോഡൊക്കെ ഇറക്കാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് ന്യൂട്ടണൊക്കെ അടിച്ച് തരണം. അതാണ് ഇനിയിപ്പോൾ ചോറ. അപ്പോൾ ഗൈസ് നമ്മൾ മൈജീൻ്റെ ഷോറൂമിൻ്റെ അടുത്തെത്തി. ചുറ്റിനുള്ള കാഴ്ചയാണ് ഗൈസ്. മൈജീൻ്റെ ഷോറൂം. അപ്പോൾ ഗൈസ് നമ്മളെ ബില്ലൊക്കെ വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് ഓടിക്കുക ഇയാൾ. അരുണാട്ടൻ എന്തോ എണ്ണാനോട്ട് എടുത്തിരിക്കുന്നു. ആശാനെ പോയി കയറയച്ചു വേഞ്ചില്ലേ സാമ്യം ഉണ്ടല്ലേ. കണ്ടില്ല ഗൈസ്, ഞാൻ ക്യാമറ എടുക്കുമ്പോഴത്തേ എനിക്ക് പണി തരും. മടക്കി ടോപ്പിലും കിട്ടേക്ക.
ഗൈസ് അവസാന ലോഡ് നമ്മൾ ഇപ്പം പറഞ്ഞതിലോട്ട് ഇറക്കി. ഇപ്പം പറഞ്ഞതിലോട്ട് നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ എന്താ പറയുക, അരുണായിട്ടത് അവിടെ ഉണ്ട്, വണ്ടി ഓടിക്കുന്നുണ്ട്. ചത്ത കോയിൻ്റോട്ട് തൊപ്പിയും വെച്ച് കുത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എങ്ങോട്ടാന്നൊക്കെ നോക്കിയിട്ട് മെല്ലെ എന്താ പറയുക, ഇപ്പം പറഞ്ഞ പോലെ ഞാൻ പിന്നെ വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റ് ഒന്നും ഇല്ലല്ലേ. നമുക്ക് കണ്ടൻറ്റൊക്കെ നമുക്ക് വഴിയേ എന്താ പറയുക സെറ്റാക്കി കൊണ്ടുവരാം. നല്ലൊരു എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ ഈ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് സെറ്റാക്കട്ടോ. അപ്പോൾ ബൈ.